ഉണ്ടാവതിനും പിന്നെയും പ്രശ്നങ്ങളായിരുന്നു അവിടെ. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ സംസാരമായി. ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് പിന്നെ എനിക്ക് അവിടെ നിൽക്കണമെന്ന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പിന്നെ കുഞ്ഞൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പ്രസവം കഴിഞ്ഞ് കൊണ്ടുപോയി. അവിടെ നിൽക്കുമ്പോഴും കൂട്ടുകാർ കൂടി അങ്ങ് സംസാരവും സ്വഭാവം 12 മണിക്കൊക്കെയാണ് വീട്ടിൽ കയറി വരികയും ഒക്കെ ചെയ്യുന്നു. എൻ്റെ ചെവിയാണെങ്കിൽ അടിച്ച് 12 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മൂക്കിൽ അടിച്ച് മൂക്കിൽ നിന്ന് ബ്ലഡ് ഇപ്പോഴും വരാറുണ്ട്. പനി വന്നാൽ പോലും 2 കുഞ്ഞുങ്ങൾക്ക് പനി ഒരുപോലെയാണ് വരുന്നത്. ഞാൻ പല ആവർത്തിലും ആശുപത്രി കിടന്ന സമയത്തും കുഞ്ഞുങ്ങൾക്ക് പനിയെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും വിളിക്കുകയോ പറയാോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വല്ല ആഹാരം കഴിച്ചെന്നോ ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ ഏതെങ്കിലും കേസ് കൊടുക്കാനോ അല്ല വിവാഹമോചനത്തിനുള്ള ശ്രമമോ അങ്ങനെ വല്ലതും നടത്തുന്നുണ്ടോ? ഇപ്പൊ ഞാൻ ഇവിടെ പരാതി തന്നതിനും വേണ്ടി എന്നെ കുടുംബ കോടതി കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. എന്നെ കേസ് കൊടുത്ത് എന്നൊക്കെ എന്നുവെച്ചാൽ സംസാരത്തിൽ ഭയങ്കര ദേഷ്യം ഉണ്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ കേസ് കൊടുക്കാൻ പാടില്ലെന്ന് പറയുമ്പോ അയാള് വീട്ടിൽ വരത്തൂല്ല, തെളിവൊന്നും തരത്തില്ല, എന്നാ പിന്നെ കേസും കൊടുക്കാനൊക്കത്തില്ല. പിന്നെ എന്തോ ചെയ്യാനാണ് ഉദ്ദേശം? അല്ല, ഈ അഭയുടെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവിടെ അവരുടെ വീട്ടിൽ താമസിപ്പിച്ച് മോന് 7-ാം മാസത്തിലായപ്പം എല്ലാവരും ചെയ്യുന്ന ചടങ്ങിലും ഞാനും പെണ്ണിനെ വിളിച്ചോണ്ട് വന്നു. അതിലത്തെ പേരെടുത്ത് ഓപ്പറേഷൻ സിസേറിയനായിരുന്നു, പേരെടുത്ത് അത് എൻ്റെ കടമയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. അന്ന് മുതൽ കൊച്ചുങ്ങളെയും അവനെയും വിളിച്ച് എനിക്ക് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് വീട്ടിലാക്കി. ഓ, നിങ്ങളാക്കിയതാണ്? വീട്ടിലാക്കി. അപ്പോൾ അവർ പറയുന്നത് അവിടെ വേറെ ആർക്കും അല്ലല്ലോ, അപ്പോഴും ഇവിടെ 2 കൊച്ചുങ്ങൾ വളർന്നു വരുന്നുണ്ട്. അവർ കേൾക്കാനാ പറയുന്നേ. ഇവിടെ 2 കൊച്ചുങ്ങൾ വളർന്നു വരുന്നുണ്ട്, അതുകൊണ്ട് നീ നിന്റെ ജീവിതത്തിൽ പൊയ്ക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീടുണ്ടായിരുന്നു, അത് പൊളിച്ചു കളഞ്ഞ് മേഡത്തിന് കാണാം. ഇപ്പോൾ ഒരു ടാർപ്പ ഇട്ടിനകത്ത് അവർ കിടക്കുന്നത്. അപ്പോൾ ഇവൻ കൂടെ എവളെ വിളിക്കുക. അവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട്. ആ സ്റ്റേഡിയത്തിനകത്ത് രാത്രിയാകുമ്പം തന്തയും മോനും എല്ലാവരുമായിട്ട് വഴക്കുണ്ടാകുമ്പോൾ കൊച്ചുങ്ങളെ അല്ലെങ്കിൽ അവൾ പറയട്ടെ, അല്ലെന്ന് പറയട്ടെ, എനിക്ക് അവൾ പറയത്തില്ല, പിള്ളേരെ വിളിച്ചോണ്ട് ആ സ്റ്റേഡിയത്തിൽ ചെന്ന് കിടക്കുക. പിറ്റേന്ന് പനിയും പിടിപ്പിച്ചുകൊണ്ട് പിള്ളേരും ഇവളും കൂടെ വീട്ടിൽ വരിക. ഞാൻ നടക്കണം ആശുപത്രി, അവൻ കൊണ്ടുപോകുകയില്ല. അങ്ങനെ ഒരു 1.5 വയസ്സായപ്പോൾ അടുത്തതിനെ അവൾ കൊണ്ടുവന്നു. ഈ 2 കൊച്ചുങ്ങളുടെയും ഓപ്പറേഷൻ സിസേറിയനായിരുന്നു. 2 പേരും എടുത്ത്, ഒന്ന് 5 വയസ്സുമായി, ഒന്ന് 6 വയസ്സുമായി. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ കടന്ന് കഷ്ടപ്പെട്ട ആ കുഞ്ഞുങ്ങളെ ഇത്രയും വളർത്തിയത്. ഇനി എന്താണെന്ന് അവർ തീരുമാനിക്കട്ടെ. അതല്ല, എനിക്ക് അതാ വിധി എന്നുണ്ടെങ്കിൽ ഞാൻ വളർത്തിക്കോളാം. അവനും വേണ്ട, അവക്കും വേണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവർ തീരുമാനിക്കട്ടെ. എൻ്റെ അപ്പം മരിച്ചുപോയി. അങ്ങനെ മരിച്ചു പോയപ്പോൾ അവിടെ വരെ ഒന്ന് വന്നു. അതിന് മുമ്പിട്ടൊരു 2-3 ആഴ്ചയായി അവൻ പണിക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് പോയതാ. ഞാൻ അപ്പോഴും എൻ്റെ വീട്ടിലായിരുന്നു, ഞങ്ങളടങ്ങായിരുന്നു. അന്ന് 2 ദിവസം അവിടെ നിന്നിട്ട് പോയതാ. പിന്നെ ഇന്നിപ്പോൾ 2 വർഷമായി. അവനെ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടുമില്ല, അവളും കണ്ടിട്ടില്ല. അവ എന്തത്തിന് പോയതോ എങ്ങനെ പോയതോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല മേഡം. അവൻ കൂടെ രാത്രി പാരാത്രിക്കും അവൻ കളിയാക്കി എന്നെ. എന്നുവെച്ചാൽ ഈ കൊച്ചുങ്ങളെ എങ്ങനെ ഞാൻ നോക്കുന്നില്ലേ, അവരെ എന്നിട്ട് സ്കൂളിലാക്കാൻ വേണ്ടി അവൾ വിളിച്ചു. അവൻ വന്നില്ല. അവരെ അംഗനവാടിയിലാക്കാൻ വിളിക്കും, അവൻ വന്നില്ല. ഒരു ബുക്കോ പുസ്തകമോ നമ്മളെല്ലാവരും മക്കളില്ലാതൊന്നും അല്ലത് വളർന്നേ. അവർക്ക് ഓരോ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയില്ലയോ. അപ്പോൾ നമ്മൾ കുഞ്ഞുനാളി ഇടുന്ന ഡ്രസ്സ് അവർക്ക് പിന്നിടാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് വരുമ്പം ചിലപ്പം 10 പറക്കി ഇടുമ്പോൾ ഒന്നും ചേരത്തില്ല. പിന്നെ കൊട്ടാരക്കര വന്ന് 50 രൂപയുടെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ വരുന്നത്. എനിക്ക് പറയുന്നതിന് ഒരു വിരോധമില്ല. അങ്ങനെ ഇരുന്നിട്ട് അവൻ തന്നെ തിന്നുകൊണ്ടിരുന്നപ്പം എൻ്റെ മനസ്സിനൊരു വേദന. നിനക്ക് വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട. ഇത് അവൻ്റെ തീരുമാനം എനിക്കറിയണം. അവൾ എങ്ങനെയോ അല്ലെങ്കിൽ അവളെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിച്ചോട്ടെ. ഇവ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ജീവിക്കുന്നത് ഭേദം. വേണമെങ്കിൽ അത് അവക്കുള്ള തീരുമാനം. അത് ഞാൻ വേണ്ടാന്നൊന്നും ഞാൻ പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റുമോ? അത് അവക്കുള്ള 2 കുഞ്ഞുങ്ങളുടെ ഭാവി ആലോചിക്കുമ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അവർക്ക് ഇന്ന് ഞാൻ ഇപ്പം നമ്മൾ ഇത്രയും പേര് കേൾക്കാൻ ഞാൻ പറയുന്നത്, അവൻ വെള്ളം അടിച്ചിട്ട് വന്നിട്ട് മൂക്കാമണ്ടൊക്കെ അടിക്കുകയും അവളെ ഉപദ്രവിച്ചിട്ട് ഞാനാണ് ആശുപത്രി കൊണ്ടുവന്നത്. അവ അനങ്ങത്തില്ല. പക്ഷെ എൻ്റെ മോളെയും സ്നേഹം എനിക്ക് അവൻ്റെ അടുത്തായിരുന്നു. പക്ഷെ എന്നെ എന്തോ എനിക്കറിയത്തില്ല. അയാൾക്ക് വേറെ വല്ല ബന്ധങ്ങളും ഉണ്ടോ? അവന് ആദ്യമേ ഒരു ബന്ധം ഉണ്ടായിരുന്നു, അത് എനിക്കറിയത്തില്ലായിരുന്നു. കേൾക്കാനാ പറയുന്നത്, കേൾക്കണം. അത് തള്ള പറഞ്ഞ് അവൾ
പറയണം. അവൻ ഇത്ര എന്നെ ചെയ്തപ്പോൾ എനിക്ക് പറയണ്ടേ? അങ്ങനെ അവൻ്റെ കൂടെ കെട്ടിക്കാനൊക്കെ ഇരുന്നെന്നും പറഞ്ഞുകൊണ്ട് തള്ള ഇവളെ വീട്ടിലൊക്കെ ഇത്തിരി വഴക്കൊക്കെ ആയിരുന്നു. അപ്പം ആ പെണ്ണിനെ കെട്ടിച്ചൊക്കെ വിട്ട് 2 കൊച്ചുങ്ങളും ഉണ്ട്. അവൻ ഗൾഫിലെങ്ങാണ്ടായി. ഇപ്പം അവിടെ വീട്ടിലിരുന്ന് ഇറങ്ങാട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇറങ്ങാതിരിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. കേക്കട്ട്, ഇല്ലെങ്കിൽ കേൾക്കാതിരിക്കുന്ന എന്തിന്? ഇല്ലെങ്കിൽ നീ എന്നെ ഇവിടെ വിളിച്ചോണ്ട് വരരുതായിരുന്നു. എൻ്റെ ഇന്ന് ഒരു പനി വന്നു കഴിഞ്ഞാലേ എവിടൊന്നും നോക്കത്തില്ല, അവനും നോക്കത്തില്ല. എൻ്റെ മുമ്പിൽ കിടന്ന് ആ കുഞ്ഞുങ്ങൾ ചാവുന്നത് എൻ്റെ കണ്ണു മുമ്പിൽ കണ്ടേ ഞാൻ വലിച്ചെടുത്തോണ്ട് പോകും. അവൻ 2 കുഞ്ഞുങ്ങളെ അവൻ ജനിപ്പിച്ച് എൻ്റെ കയ്യിൽ തന്നിട്ട് പോയതാ. നോക്കാൻ അവൾക്ക് വേറെ വരുമാനമില്ല, വീട്ടിൽ നിൽക്കുക. അവക്ക് ബന്ധപ്പാട് ഇതുവരെ അവള് മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ഇവിടുന്ന് എല്ലാം കടവും മേടിച്ചാണ് ഞാൻ കഴിയുന്നത്. പക്ഷെ ഇനി എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല അങ്ങനെ കഴിയേ. കൊച്ചുങ്ങള് ഇന്ന് 1ാം ക്ലാസ്സിലായതേ ഉള്ളൂ. ഞാൻ പ്രായമായി വരുക. ഞാൻ പണ്ടത്തെ കണക്ക് ഞാൻ കുഞ്ഞായി വരുമല്ല. എന്നെ കൊണ്ട് ഇനി മുതിർന്ന എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇല്ല, അവരുടെ നാട്ടിലെ ഒത്തിരി മധ്യസ്ഥം പറയാവുന്ന ആൾക്കാർ ആരെങ്കിലും ചർച്ച ചെയ്തോ? അല്ല, ആദ്യമേ കല്യാണം കഴിഞ്ഞ ഒരു 6 മാസമായപ്പോ ഇതേ രീതിയിലായപ്പോ ഇനിയിപ്പോ എല്ലാം തുറന്നു പറയാ. ഇത്രയും നേരം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഫീലിംഗ് ഉണ്ടാകുമ്പോൾ ഞാൻ എല്ലാം തുറന്നു പറയാം. എനിക്കൊന്നും മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല. അവള് പറയത്തില്ല. 6 മാസം ഒക്കെ ആയപ്പം ഇതുപോലെ ഭയങ്കര അടിയും വെള്ളമൊക്കെ കൂട്ടുകാരെ കൂടിയാ. അവൻ നല്ല പയ്യനായിരുന്നു. കൂട്ടുകാർ കൂടുമ്പോൾ ഒരു 10 ചെറുപ്പന്മാർ കൂടുമ്പോൾ വെള്ളം അടിച്ച് അവനെ വഷളാക്കി കളഞ്ഞതാ. എന്നാൽ അതിനു വേണ്ടിയാണ് ഞാൻ അവനെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു വീട്ടിൽ നിൽക്കുമ്പം അവനെ വല്ലതും കഴിച്ചിട്ട് അവർക്ക് ഞാൻ ഒരു കാര്യത്തിന് നോക്കാനെടുക്കും വല്ലതും മേടിച്ചിട്ടിട്ട് കൊടുക്കും. അവർ പാവപ്പെടുത്തി തിന്നും. അവർ സുഖമായിട്ട് ജീവിക്കാനുള്ളൊരു ചുറ്റുപാടെല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണ ഉള്ളെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഞാൻ അവർക്ക് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. അവരുടെ ഈ ആൾക്കാരുടെയൊക്കെ തല്ലിപ്പുള്ളിയുടെ ഒരു ഇതുകൊണ്ട് ഞാൻ കൊടുത്തില്ല മാഡം. നാളെ കാലത്ത് വേണമെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കും. പക്ഷേ ഞാൻ കൊടുത്തില്ല. കൊടുത്താൽ അത് ഇല്ല, കുഞ്ഞുങ്ങൾ 2നെ ഞാൻ അനാഥശാലയിൽ ചെന്ന് നോക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് കൊടുക്കാൻ. ഇന്ന് നാളെ വേണമെങ്കിലും ഞാൻ കൊടുക്കും. അവരുടെ വീട്ടുകാർ അച്ഛനും അമ്മയൊക്കെ ഇതിനകത്ത് ഇടപെട്ട് എന്തെങ്കിലും ചെയ്തായിരുന്നു? എന്തെങ്കിലും പറയുമോ? അത് അവിടെ എടുത്ത് ചോദിക്കും. അവള് പറയട്ടെ, തുറന്ന് അവള് പറയട്ടെ. ഞാൻ പറയുമ്പോഴും കള്ളാന്ന് വിചാരിക്കും. എനിക്ക് കള്ളത്തരം പറയാൻ അറിയത്തില്ല. ഞാൻ സത്യസന്ധതയായിട്ടേ പറയും. അങ്ങനെ അവിടെ നിന്ന് ഇവിടുന്ന് ഒരു 10 ഇവളെ വീട്ടിൽ കൊണ്ടാക്കി ഇവിടുന്ന് ഒരു 10-15 പേര് ഒരു ജീപ്പ് നിറച്ച്. എൻ്റെ കയ്യിൽ ഞാൻ കുഴിച്ചെടുക്കുന്ന പൈസയല്ല. എനിക്കില്ല പ്രോഗ്രാമിന് പോകുമ്പോൾ ചിലപ്പോൾ 1000 രൂപ. എൻ്റെ ആഫീസിൽ പോയാൽ ചിലപ്പോൾ 150-200 രൂപ. അതിൽ കൂടുതൽ എനിക്ക് കിട്ടത്തില്ല. എനിക്ക് വേറെ ആരും ഒന്നും കൊണ്ടു തരാനില്ല. ഈ പൈസയും കൊണ്ടാണ് ഞാനെല്ലാം ഇതിൻ്റെ ബുക്കുള്ള പുറവാലി നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ കാലൊടിഞ്ഞു. ഇതിൻ്റെ പുറവേല് 3 മാസം എഴഞ്ഞു നടന്ന്. എന്നിട്ടും അവനെ വിളിച്ചു, വന്നില്ല. അങ്ങനെ ആദ്യം കല്യാണം കഴിച്ചപ്പോൾ 6 മാസമായപ്പം എന്തോ എന്തെങ്കിലും അവരെന്തെങ്കിലും എനിക്കറിയത്തില്ല, അതെന്താണെന്ന് അറിയത്തില്ല. വഴക്കായി അവളങ്ങ് വീട്ടിൽ വന്നു. ഇങ്ങനെ എവിടെ നിർത്താൻ ഒക്കത്തില്ല. അങ്ങനെ ഇതെന്താണ് കാര്യം എന്ന് പറഞ്ഞു. ഇവിടുന്ന് ഒരു 10-15 പേര് 5 പേര് കൂടുതലുണ്ടായിരുന്നു. ഒരു ജീപ്പ് നിറച്ച് അവിടെ ചെന്നു. അവനെയും വിളിച്ച് മറ്റുള്ളവരെല്ലാവരുമായിട്ടൊക്കെ സംസാരിച്ച് അവർ പറഞ്ഞു വരും പുറത്തോട്ട് നിന്ന് ഏതാണ്ടെന്ന് പറഞ്ഞ് അവർ സ്ലോവായി ഒന്നായിട്ടും ഞാനവിടെ ഒറ്റയായി. പോട്ടെ, അതും പോട്ടെ. അങ്ങനെ പിന്നെ ഇതങ്ങ് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അവൻ അവനെ വീട്ടിലങ്ങ് വിളിച്ചോണ്ട് പോയിട്ട് വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവന് പണിക്ക് പോവാന്ന് പറയും. പോട്ടെ, പണിക്ക് പോവാതെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ അവൻ കൊണ്ടുവന്നില്ലെന്ന് ഞാൻ പറയത്തില്ല. അവക്കളയിലായിരിക്കും കൊണ്ടു കൊടുക്കുന്നത്, അതെനിക്കറിയത്തില്ല. 800 രൂപ 1000 രൂപ ഒരു മേശയ്ക്ക് ഒരു ദിവസത്തെ ശമ്പളം കിട്ടും. അവൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഒരു കാര്യത്തിന് അവരുടെ കയ്യിൽ പൈസ ഇല്ല. അതൊക്കെ എന്തെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ പിണങ്ങി അവിടുന്ന് മാറാനൊക്കെ ഒരുങ്ങി. പിന്നെ ഞാൻ കൊണ്ട് പോട്ടെ നമുക്ക് 10 പിന്നെ ഞാനങ്ങ് താക്കി കൊടുത്തു. 10 പലതുമില്ലല്ലോ, പോട്ടെ. പിന്നെ അവനെ എൻ്റെ കുഞ്ഞുങ്ങളെ പോലെ ഓരോന്ന് വഴക്കൂടുമ്പോഴെല്ലാം പറഞ്ഞടാ, നാഴികേരിയുള്ളെങ്കിൽ നിങ്ങൾ സന്തോഷമായിട്ട് അത് അനത്തിവിത്തി കുടിച്ചാൽ എനിക്ക് നിങ്ങളൊന്നും തരണ്ട, ഞാൻ അധ്വാനിക്കുന്നത് നിങ്ങൾക്കൂടെ തരാനാ എന്നെല്ലാം പറഞ്ഞു നോക്കി. ഇനി എനിക്ക് പറ്റത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ സഖിയിട്ട് ഞങ്ങളുടെ അടുത്തൊരു സ്റ്റേഷനുണ്ട്, കുന്നിക്കോട്. അവിടെ കൊണ്ട് വന്നപ്പോൾ ഇവനെ പിടിച്ച് സെല്ലിൽ അടയ്ക്കാനൊക്കെ പറഞ്ഞു. അത് അവർക്കുള്ള ഒരു കടമയാണ്. ഞാൻ പറഞ്ഞു സാറേ, അവർ ഞങ്ങളെ ഒന്നിച്ച് പോന്നെങ്കിൽ പോട്ട്,
നമ്മളായിട്ട് വേണ്ട സാറേ, നമ്മളെ എല്ലാവരും അറിയുന്നവരൊക്കെ നമ്മുടെ അടുത്താണ്. ഞാൻ പറഞ്ഞു പോയിട്ട് സാറേ, കൊച്ചുങ്ങളല്ലേ അങ്ങനല്ലയോ, അതുകൊണ്ട് അത് വിഷയമാക്കണ്ട, അത് അവനെ പിടിച്ച് സെല്ലിലിട, അങ്ങനെയൊന്നും വേണ്ട, അവർ നാളെ പോയി ജീവിച്ചോട്ടെന്ന് പറഞ്ഞു. ഞാനും ഇവള് മാത്രമേ സ്റ്റേഷനിൽ പോയുള്ളൂ. ഒരു ഗുണ്ടകളെ ഒരു 10-15 എണ്ണത്തിനെയും കൊണ്ട് മെമ്പറിനെ എല്ലാവരെയും വിളിച്ചും കൊണ്ട് സ്റ്റേഷനിൽ വന്നു. അപ്പോൾ എനിക്കത് വിഷമമായിട്ട് തോന്നി. ഞാനും ഇവളും മാത്രം. അവൻ തന്നെ വരാൻ അവൻ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെ. അപ്പോൾ അവൻ തന്നെ വന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. നാളെ വരാം, മറ്റന്നാൾ വരാം, നാളെ വരാം, ഇല്ലേ ഏതാണ്ട് പഴം നീട്ടുന്നതിൻ്റെ കണക്കായ അവൻ്റെ ആ വർത്താനം. ഓരോ ദിവസവും എൻ്റെ 24 വയസ്സേ ഉള്ളൂ. നമുക്ക് അതിനൊക്കെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അങ്ങനെ ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് നാട്ടുകാർ ഓരോന്നും അസംബന്ധങ്ങൾ പറയുന്നു. എനിക്ക് എൻ്റെ കൊച്ചിനെ അത് കേൾക്കാൻ പറ്റത്തില്ല. നിനക്ക് വേണോ അങ്കി അവളെ കൊണ്ടുപോയി പിള്ളേരെയും കൊണ്ട് സംരക്ഷിക്കുക. ഇല്ലയോ വെന്തോഴി, നാളെ ഞാൻ 2-ാം കെട്ടുകാരനെ 3-ാം കെട്ട് എൻ്റെ കൊച്ചിനൊരു ഭർത്താവ് വേണം. അത് ഞാൻ മരിക്കുന്നതിന് മുമ്പിട്ട് ഞാൻ കേട്ടതോ അല്ലെങ്കിൽ വേറൊരാൾ കേട്ടതോ എനിക്ക് എൻ്റെ കുഞ്ഞ് കേൾക്കാൻ പാടില്ല. അവൾ അയ്യോ പോവുക. അത് എനിക്ക് നിർബന്ധ കാര്യമാണ്. എൻ്റെ കുഞ്ഞിന് ഞാൻ മരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനെ ആയാലും എൻ്റെ കുഞ്ഞിനെ എല്ലാവരും കൂടെ പിള്ളേരാ. ഒരു മനുഷ്യൻ്റെ അടുത്തുനിന്ന് അവിടോട്ട് അതിലേക്കൂടെ ഒരാൾ പോയാലും മതി. അവൾ അങ്ങനെ എല്ലാവരും കേൾക്കാനാ പറയുന്നത്. ഈ ലോകം മൊത്തം കേൾക്കട്ട്. ഇതാണ് ഈ നാട്ടു നടപ്പ്. കൂടെ ഇവനങ്ങോട്ട് ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ഉള്ള കാര്യം പറയും. ഫോൺ അങ്ങോട്ട് ചെയ്യുമ്പം കൊച്ചുങ്ങൾ പഠിച്ചില്ല പോലും കൊച്ചുങ്ങളെ പറക്കിട്ട് അടിയാ. എൻ്റെ കൂടെ കുസ്തിയാ, വഴക്കാ. അത് അവ 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പം ഇവൻ ചുമ്മാ 12 മണിക്ക് 11 മണിക്ക് അങ്ങ് ഫോൺ ചെയ്യുക. ഞാൻ പറയടി, ആവശ്യമില്ലാതെ എന്തിനാ എടുക്കുന്നേ? അവൻ ചീത്ത വിളിക്കാനാ എടുക്കുന്നേ. അതല്ലെങ്കിൽ നീ അവനിങ്ങനെ വരാൻ പറ. മെനിങ്ങാന്ന് 4 നാൾ ഇന്നലെ ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് ഞാൻ കൊണ്ടുപോയതാ. അവളെ കല്യാണത്തിന് മുമ്പ് ഞാൻ കൊണ്ടുപോയിട്ടില്ല. ഞാൻ പ്രോഗ്രാമിൻ്റെ ഷോക്കാരെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ പറയുന്ന അമ്മച്ചിയുടെ ഉടാടാ നടക്കുന്നെന്ന്. അവളെ സുരക്ഷിതമായിട്ട് അവളെ ഞാൻ കൊണ്ടുപോയിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവളെ കല്യാണത്തിന് മുമ്പ് അവളെ പ്രോഗ്രാമിനൊന്നും കൊണ്ടുപോയിട്ടില്ല. അവരിങ്ങനെ പാരാത്രിക്കും വെളുപ്പാൻ കാലത്തും ഇങ്ങനെ 4 മണിക്ക് 3 മണിക്ക് 6 മാസം ഇങ്ങനെയൊക്കെ കയറി വരാനൊരുങ്ങിയപ്പം ഒരു 6 മാസം ഒരുമിച്ച് അവൻ വരാതിരുന്നു. 6 മാസം വരാതിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ നിന്നെ പരിപാടിക്ക് ഈ 2 കൊച്ചുങ്ങളെയും കൂടെ കൊണ്ടുപോകുമ്പം അമ്മയ്ക്ക് 1000 രൂപ അല്ലെങ്കിൽ 800 രൂപ, ഇതിൽ കൂടുതൽ കിട്ടത്തില്ല. നിങ്ങൾക്ക് കാപ്പൂടിയും വണ്ടിക്കൂലിയും കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വരുമ്പോൾ ഒന്നുമില്ല. ഞാൻ തെറ്റോ ശരിയോ അതെനിക്കറിയത്തില്ല. അപ്പോൾ ചെറുക്കര അവിടെ പ്രോഗ്രാമിന് വിളിച്ച്. അപ്പോൾ ഞാൻ അവിടെ എടുത്ത് ചോദിച്ചു, നിനക്ക് കളിക്കാമോ എന്ന് ചോദിച്ചു. വരുന്നെങ്കിൽ മക്കൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, അവൻ തരത്തില്ലെങ്കിൽ നിനക്ക് ആ കുഞ്ഞുങ്ങൾക്ക് 2നും പനിയാ, വരുമ്പോൾ 2നും പനിയാ, 2നെയും കൊണ്ടാ ഞാൻ ഓടും. അങ്ങനെ ഞാൻ അവളെ കൊണ്ടുപോയി. ഇപ്പം 3 വർഷം കൊണ്ട് എൻ്റെ കൂടെ മെയിൻ നടി അവളാണ്. 3 വർഷം കൊണ്ട് ഞാൻ കൊണ്ടുപോയി 1000 രൂപ ഞാൻ ശമ്പളം മേടിച്ച് കൊടുക്കുന്നു. നീ മേടിച്ചോണം, നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സായാലും നീ ആഹാരത്തിനുണ്ടാക്കണ്ട, ഡ്രസ്സായാലും അവർക്ക് സ്കൂളിൽ പോകാനുള്ള സാധനങ്ങളും മേടിക്കുക. അത് ഇത്രയും മേടിക്കാൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് തെറ്റോ ശരിയോ എനിക്ക് വേറെ അവൾക്കൊരു ജോലി അറിയത്തില്ല. ആഫീസിൽ പോകാനോ അല്ലെങ്കിൽ മറ്റൊരു അവള് +2 പഠിച്ചോണ്ടിരുന്നപ്പോഴാണ് കല്യാണം കഴിച്ചത്. അവളെ ഒരു മോളെ ഉള്ളതുകൊണ്ട് അതുകൊണ്ടും അല്ല, അവള് പഠിച്ചോണ്ടിരുന്നപ്പോഴാണ് ഞാൻ എന്തായാലും അയാളിവിടെ എത്തിയിട്ടില്ല. അയാളുടെ വീട്ടുകാരിൽ നിന്നൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള മറുപടി ഒന്നും നമുക്ക് കിട്ടുമെന്നും പ്രതീക്ഷയില്ല. പക്ഷെ ഞാൻ ഇവരുടെ ആവശ്യം അയാള് 2 മക്കളെയും കൊണ്ട് ഇവരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക, ഇല്ലെങ്കിൽ ബന്ധം ഒഴിഞ്ഞു വരിക. അത് 2 ഉള്ളായിരുന്നു. അവർക്കുള്ള ഒരു ലീഗൽ അഡ്വൈസ് കൊടുക്കാനല്ലേ പറ്റില്ല. അതല്ലാതെ തന്നെ ഒരുപാട് ലീഗൽ റെമഡീസ് അവർക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഭാര്യയ്ക്ക്, ഈ കുട്ടിക്കും 2 മക്കൾക്കും ചെലവിന് കൊടുത്ത് സംരക്ഷിക്കാൻ ഈ ഭർത്താവ് ബാധ്യസ്ഥന്. ഒരു മോള് പെൺകുഞ്ഞ്, അതിന് വിവാഹം സമയം വരെ വിവാഹ ചെലവ് ഉൾപ്പെടെ കൊടുക്കാൻ ബാധ്യസ്ഥന്. ഒരു കുട്ടി ആൺകുട്ടിയാണ്, അതിനെ 18 വയസ്സ് വരെ വളർത്താനുള്ള ചുമതല, ചെലവിന് കൊടുക്കാനുള്ള ബാധ്യത അച്ഛനുണ്ട്. ഭാര്യയ്ക്ക് മറ്റൊരു വിവാഹം വരെ അല്ലെങ്കിൽ മരണം വരെ ചെലവിന് കൊടുത്ത് സംരക്ഷിക്കാൻ ഭർത്താവിന് ബാധ്യതയുണ്ട്. കുഞ്ഞിനെ ഉപദ്രവിക്കും. അതാണ് വീട്ടിൽ കൂടുതൽ വഴക്ക്. വാടക വീടെടുത്ത് മാറിയതായിരുന്നു 3 മാസം. അവർക്ക് വാടക വീട് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മക്കൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുതരാം. ഇങ്ങനെ അറ്റത്ത് അവര് പോയി. ഞാൻ വിചാരിച്ച് ഇവിടെ വാടക വീട് പോലും കണ്ടിട്ടില്ല. ഇവിടെ നിൽക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ച്
പോട്ടെ. ഞാൻ വേറെ ഉൾപ്പെടെ ദോശക്കൽ ഉൾപ്പെടെ ഞാൻ വണ്ടിക്കകത്താക്കി കൊണ്ടുകൊടുത്തു. എല്ലാവരും എന്നെ വഴക്കം പറഞ്ഞു, നീ ആടി അവനെ കളിയാക്കുന്ന വഷളാക്കുന്നതെന്ന് പറഞ്ഞിട്ട് പോട്ട് ആ കുഞ്ഞുങ്ങളല്ലയോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങേറ്റത്ത് എല്ലാ സർവ്വ സാധനവും കൊണ്ടുവന്ന് അവിടെ കൊടുത്തിട്ട് വന്നപ്പോഴും അവൻ കുഞ്ഞുങ്ങളെ കളഞ്ഞിട്ട് അവൻ്റെ വീട്ടിൽ. ഞാൻ ഇവിടുന്ന് ഫോൺ ചെയ്ത് ചോദിച്ചപ്പം ഇവർക്ക് സുഖമില്ലായിരുന്നു. ഞാൻ അന്നേരം എപ്പോഴും കൊച്ചുങ്ങളെയും കൊണ്ട് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്തോ മക്കളെ അതെനിക്ക് സുഖമില്ല. അവയെന്തി അവരുടെ വീട്ടില. ഞാൻ പിന്നെ ആശുപത്രി കൊണ്ടുപോയി. ഞാൻ വാടക വീട്ടിൽ ചെന്നപ്പം അവൻ 12 മണിക്കും പാരാത്രിക്കും വെളുപ്പാങ്കാലത്തൊക്കെ കയറി വന്ന ഈ പെങ്കൊച്ചിനെ ഇവിടെ അങ്ങല്ല കൊട്ടാരക്കരയെല്ലാം കണ്ട. ഞാൻ പറഞ്ഞു, നിനക്ക് വീടുണ്ട്, നീ വീട്ടിൽ വന്ന് താമസിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ അവനെ വിളിച്ച പാവം വന്നില്ല. വാടക കൊടുക്കാൻ വന്നില്ല. ഞാൻ കളിച്ചില്ല. എല്ലാം കൂടെ ഒരു ഓട്ടോക്കകത്ത് കയറ്റി ഞാൻ പിന്നെ പിള്ളേരെയും വിളിച്ച് ഞാനങ്ങ് വീട്ടിൽ കൊണ്ടുപോയി. അവൻ പിന്നെ ഒരു 6 മാസം വന്നില്ല എൻ്റെ വീട്ടിൽ. ഞാൻ സഹിച്ച് ഇനി എനിക്ക് സഹിക്കാൻ എനിക്ക് എന്നെ കൊണ്ട് ഒന്നും പറ്റത്തില്ല. 6 മാസം തീർത്ത് വന്നില്ല. വരാതിരുന്നപ്പം ഞാൻ എൻ്റെ മോളെ ഞാൻ കുറ്റം പറയുന്നില്ല, അവൾ പെണ്ണ, നമുക്ക് പറയാം, നമ്മളും അങ്ങനെയൊക്കെ ജീവിച്ചതാ. ഒരു ദിവസം രാത്രി പാരാത്രിക്ക് ഒരു 12 മണിക്ക് അതിനുമ്പിട്ട് മുറ്റത്തുണ്ടായിരുന്നോന്ന് എനിക്കറിയത്തില്ല. 12 മോളെ ഇരുത്തിക്കൊണ്ടാ ഞാൻ പറയുന്നത്, ഞാൻ കള്ളത്തരം പറയല്ല. 12 മണിയായപ്പോൾ കാണാൻ ഞാൻ ഉറങ്ങിയോന്ന് നോക്കി. ഞാൻ ടി വി കണ്ടുകൊണ്ട് ഞാൻ അവിടെ കിടന്നു. ഞാൻ ഉറങ്ങിയതൊന്നുമില്ല. അവൻ ഞാൻ വരുന്നതൊക്കെ ഞാൻ കണ്ട്. ഞാനൊന്നും മിണ്ടിയില്ല. അതിൽ എന്നെ ഇങ്ങനെ എത്തി നോക്കി ഞാൻ ഉറങ്ങിയെന്ന്. അല്ലെ 6 മാസം വരാതിരുന്നത് കൊണ്ടുള്ള എന്തെങ്കിലും പറയാതിരിക്കത്തില്ലല്ലോ ആരായാലും. അവ അതിലേക്കൂടെ കയറി അങ്ങ് പെരക്കകത്ത് പോയി. എന്നിട്ട് ഞാനൊന്നും മിണ്ടിയില്ല. അതെന്തൊരു ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പെങ്കൊച്ചിൻ്റെ കൂടെ ഒരാഴ്ച 7 ദിവസം ഉണ്ടെന്നെങ്കിൽ 2 ദിവസമെങ്കിലും അവരുടെ കൂടെ നിന്നിടെ. അന്ന് മുതൽ ഇന്ന് വരെയുള്ള അവൻ്റെ പണി ഇതാ. എൻ്റെ മോളെ ഞാനിപ്പം പിന്നെ കൊണ്ടു നടന്ന് എനിക്ക് കാശ് മേടിച്ച് തിന്നണ്ട. എൻ്റെ കൊച്ചിൻ്റെ ജീവിതമാണ് എനിക്ക് വലുത്. അവിടെ അല്ലെന്നുണ്ടെങ്കിൽ നീ 10 രൂപ കൊണ്ട് കൊടുക്കടാ. ആ കുഞ്ഞുങ്ങൾ 2 പേരും സ്കൂളിൽ അവനറിയാം, ചെങ്ങമ്മനാടറിയാം. കൊട്ടാരക്കര വരുമല്ലോ, കൊട്ടാരക്കരയിൽ നിന്ന് ഒരു 5-7 രൂപ പോയിന്റ് മതി വീട്ടിൽ വരെ. അവന് ഈ കുഞ്ഞുങ്ങളെ 2 വർഷമായി ഈ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് 2 വയസ്സും കൂടി ഈ കുഞ്ഞുങ്ങൾക്കായി. മേഡം പിള്ളേരെ വിളിച്ചേർത്തിച്ചു വരും. അറിയാമോന്ന് വരും, പപ്പ എൻ്റെ കൂട്ടത്തിൽ ഇരിപ്പുണ്ടെന്ന് വരും. അറിയത്തില്ല. കാരണം എന്താ, അവൻ വല്ലപ്പോഴും കൂടി വന്നെങ്കിലല്ല ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റും. അവൻ എന്നെ വെല്ലുവിളിക്കുക, നിങ്ങളുടെ മോള് നിങ്ങളുടെ അടുത്തില്ലേ, നിങ്ങൾ അന്വേഷിച്ച് കൊടുക്കും 3 എണ്ണത്തിന്. ചേട്ടാ എൻ്റെ കയ്യിൽ പൈസ 10 രൂപയും വെച്ചോണ്ട് ഞാൻ ഒരു കിലോ അരിയില്ലെങ്കിൽ ഞാൻ മേടിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അവളും 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടെ കുത്തിയിരിക്കുമ്പം എത്രയായാലും ഒരു പെറ്റാളേക്ക് സഹിക്കുമോ? ഞാൻ മേടിച്ചോണ്ട് ഇട്ട് കൊടുക്കുന്നതാണ് എനിക്ക് വന്ന തെറ്റ്. ഞാനെന്തുവാ പകലൊന്നും ഞാനില്ലല്ലോ, ഞാൻ ജോലിക്കൊക്കെ അങ്ങ് പോകും. രാത്രി ഒരു അന്തി കിടന്ന് ഉറങ്ങും. വെള്ളം അടിച്ചിട്ട് 2 എണ്ണവും കൂടെ കിടന്ന് വഴക്കുണ്ടാക്കും. ഇതേ ഉള്ളു പ്രശ്നം. 10, 11, 12 മണി വരെയൊക്കെ ആകുമ്പോൾ ഞാൻ പറയും, ഓ മനുഷ്യന് കിടക്കാൻ വേണ്ട, നടുവും മുതുവും വേന എടുത്താൽ നമ്മളിങ്ങോട്ട് വരുന്നേ, എനിക്കൊന്ന് കിടക്കണം, അത്രയും പറയും. നിന്റെ കൂടി എൻ്റെ അമ്മച്ചി പറയുന്നത് അങ്ങനെ ഇങ്ങനെ 2 എണ്ണവും കൂടെ അങ്ങ് തുടങ്ങും. ഞാൻ ഇറങ്ങിപ്പാന്ന് വെക്കാം. ഞാൻ കഷ്ടപ്പെട്ട് 2 സെന്റ് തറവ് മേടിച്ചു. എന്നിട്ട് ഒരു രായും പകലും ഇല്ലാതെ അവ ഒന്നിനും വന്നിട്ടില്ല. രായും പകലും ഇല്ലാതെ കിടന്ന് രാത്രിയിലും പകലും കിടന്ന് ഞാൻ മേശരിപ്പണി ചെയ്ത് ഞാൻ തന്നെ ചെയ്ത് ഞാൻ എല്ലാം ഉണ്ടാക്കി എല്ലാം ചെയ്തു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു മഴ വന്നാലും ഒരു ഇടി വന്നാലും അവർക്ക് നനയണ്ട. അതിനെല്ലാം വിളിക്കുമ്പോഴും അവൻ്റെ വീട്ടിലവൻ. ഞാനതങ്ങ് വിറ്റ് കൊടുക്കണം. വിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഞാൻ വിറ്റ് തരാം, നീ തോനെയൊന്നും വേണ്ട, നീ എവിടായാലും ഒരു 2 സെന്റ് തറ ഒരു മാടമയ്ക്ക് നീ കണ്ടിട്ടിട്ട് വാ, ആ സെക്കൻഡ് നിനക്ക് ഞാൻ അത് വാങ്ങിച്ചു തരാം. നീ എത്ര രൂപയായാലും നിനക്കത് വാങ്ങിച്ചു തരാം. അത് വേണ്ട, ഞാൻ പൈസയും കൊടുത്താൽ മതി. ഞാൻ പച്ചവെള്ളം കുടിച്ചോണ്ടുണ്ടാക്കിയത് എനിക്ക് അങ്ങനെ അവന് 1000 രൂപ വീതം കുപ്പി കൊണ്ടു കൊടുക്കാൻ എനിക്കില്ല. അതിന് ആര് പറഞ്ഞാലും ഞാൻ ചെയ്യത്തുമില്ല. 2 കുഞ്ഞുങ്ങൾ കിടക്കുന്ന കൊച്ചും കൊടുക്കാനാണ്. നിങ്ങൾ ഇതുവരെ എന്താ കോടതി പോകാനുള്ള തീരുമാനത്തിലേക്ക് കോടതി പോവാൻ എൻ്റെ കയ്യിൽ കാശില്ല. അതാണോ? ഒരു വക്കീലിനെ വിളിച്ചു കഴിഞ്ഞാല് തന്നെയല്ല, ഒരു 3-4 വർഷമെങ്കിലും ഒരു കയറി ഇറങ്ങി വക്കീൽ കൊണ്ടൊക്കെ നടന്നേ പറ്റൂ. അവർക്കൊക്കെ കാശ് കൊടുത്തെങ്കിലേ പറ്റൂ. എൻ്റെ കയ്യിൽ അതില്ല. അതുകൊണ്ടെങ്കിൽ ഞാനില്ല കൊച്ചുങ്ങൾക്ക് നാഴിയേരിട്ട് കഞ്ഞി വെച്ച് മേടിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ
കോടതിയിലൊന്നും പറഞ്ഞു. അല്ല, നിങ്ങൾക്ക് കുട്ടിയെ വേറൊരു കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെ സാധിക്കും? അതിന് വിവാഹമോചനം നേടണം, അതിന് കുടുംബ കോടതിയിൽ നിന്ന് വിധി വരണം. വിധി വരണമെങ്കിൽ കേസ് കൊടുത്തേ പറ്റൂ. അത് കേസ് കൊടുക്കാൻ അവനല്ലേ പറയുന്നത്, ഞങ്ങൾക്ക് എനിക്ക് പിരിയണമെന്നില്ലല്ലോ. അല്ല, നിങ്ങൾ പിന്നെ എങ്ങനെ? അത് വേറെ കാര്യം, അവൻ എന്തായാലും വേണ്ട, അത് വേറെ, അവന്റെ കാര്യം വിട്. നമുക്കിനി നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കണമെന്നാണല്ലോ നിങ്ങളുടെ ഇപ്പോഴത്തെ. അതിനുള്ള മാർഗങ്ങൾ നോക്കുക. ഇനി അവന്റെ കാര്യം വിട്. ഈ കുഞ്ഞിനെ വേറെ കൂട്ടി വിവാഹം കഴിപ്പിക്കണമെങ്കിൽ എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഒരു വിധി വരണം, ഈ ഡൈവേഴ്സ് ചെയ്ത് വിധി. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്റെ കൊച്ചുങ്ങളെ 3 പേരും 4 പേരും കൂടെ സുഖമായിട്ട് ജീവിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ അത് ചെയ്യത്തില്ല. എനിക്ക് നല്ല ഉത്തമ വിശ്വാസമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇന്നവൻ നല്ലതാണെങ്കിൽ നാളെ അവൻ പന്നില്ല. പിന്നെ ഒരു 4-5 പേര് ആമ്പിള്ളാരെ വീട്ടിൽ വിളിച്ചോണ്ട് വന്നു ഈ പെങ്കുച്ച് തന്നെ കാണും, വെള്ളമടിയ, പിന്നെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവിക്കന്നെ തടിയ. അങ്ങനെയാണോ ഒരു വീട്ടിൽ കഴിയേണ്ടത്? നമ്മളിപ്പം പട്ടിണി കിടന്നാലും ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മനസ്സിന് സമാധാനം ഉണ്ടെങ്കിലേ നമുക്ക് ഉറക്കം വരും. ഇനി എത്രയോ ഇഷ്ടംപോലെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടിരുന്നു നമുക്ക് പിന്നെ മനസ്സിന് സമാധാനക്കേടായിട്ട് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരുമോ? അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അയാളെ തിരിച്ചു വരും, സ്വീകരിക്കും തോന്നുന്നു? അവ ഇനി സ്വീകരിക്കും. അത് അവളുടെ അടുത്ത അഭിപ്രായം. അവളെന്താണ് അഭിപ്രായം പറയുന്നത്, അതുകൊണ്ട് അവളെന്താണ് തീരുമാനിക്കുന്നത് അതേ ഉള്ളൂ എനിക്ക്. അതിനകത്ത് മുന്നോട്ട് ഞാൻ പോവാ. സൗമ്യ, എനിക്ക് ആ ഒരൊറ്റ സൗമ്യയുടെ അഭിപ്രായത്തിൽ സൗമ്യ ഇനി സൗമ്യ പറയണ്ട. എനിക്ക് എന്റെ ഭർത്താവിനെ കളയണമെന്നില്ല, പക്ഷെ എന്റെ ഭർത്താവ് എന്തോ പറയുന്നു അതേ ഞാൻ സ്വീകരിക്കും. നമുക്ക് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സിന് കേസ് കൊടുക്കാം. എന്ന് വെച്ചാൽ ഭർത്താവ് ഉപേക്ഷിച്ച് പോയാൽ ഭർത്താവ് കൂടെ വന്ന് ഭാര്യാഭർത്തൃബന്ധം പുലർത്തി കൂടെ താമസിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ് എന്ന് പറഞ്ഞ് ഫാമിലി കോടതിയിൽ കേസ് കൊടുക്കാം. കൂടെ വന്ന് താമസിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുക്കണം. അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ബന്ധം പിരിയാന് രാത്രി വിളിച്ചു പറഞ്ഞ എന്താണെന്നറിയോ, ഇവളിപ്പോ രണ്ടും എല്ലാം കൂടെ കിടന്നുകൊണ്ടിരിക്കുക. ഇവള് കൂടെ കൂടെ എന്നെ ചിത്തൊളിക്കും. കൂടെ ഇവള് പറയും ഞാൻ ഇനി ചെന്ന് എന്നെ അടിക്കുക, അങ്ങനെ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കും. മനസ്സിലായില്ലേ? നമ്മളിപ്പോ എല്ലാരും കുറ്റക്കാരാവും. ഇവള് എന്റെ മോളാ, കാര്യം ശരിയാ. ഇവള് നമ്മളെല്ലാരും കുറ്റക്കാരാവും. ഞാനിപ്പോ അവിടെ വന്ന ഒരു കാര്യം പറയാനും പറ്റത്തില്ല, നമ്മളെല്ലാരും കുറ്റക്കാരാവും. അതുകൊണ്ട് ഇവക്കുള്ള തീരുമാനം ഉറച്ച തീരുമാനമാണെങ്കിൽ മാത്രമേ ഞാൻ ഇതിനകത്ത് മുൻകടഞ്ഞെടുക്കൂ. ഈ 5-6 വർഷം കൊണ്ട് ഉപേക്ഷിച്ച് നടക്കുന്നവർ തന്നെ ഇനിയും കൂടെ വന്ന് താമസിക്കാൻ വിശ്വാസമുണ്ടോ? ഈ നിക്കും തറവാടിനാണ് നാളെ ഒന്നേ ഇവള് ട്രെയിൻ പാളത്തിൽ ഇല്ലെന്നുണ്ടെങ്കിൽ എവളെ കെട്ടിത്തൂക്കും. ഇപ്പം അങ്ങനെയുള്ള ഒരു ചുറ്റുപാടില്ല. തന്നെയല്ല ഇപ്പൊ ഈ ആൾക്കാരെല്ലാരും ഞാൻ കാണിച്ചതും കൊണ്ട് എവളെ ഒരു സൂചി മേളി അവൻ നിർത്തിയാലവൻ. എനിക്കത് ഇത്രേ പറയാനുള്ളൂ. നിർത്തത്തില്ലെന്ന് മെനിങ്ങാന്ന് അവൻ ഫോണിൽ കൂടെ രാത്രി നേരം മുളക്കുന്നിടം വരെ ഫോണിൽ കൂടെ സംസാരമായിരുന്നു, ചീത്തവിളിയും ഇടക്കൊക്കെ ആയിരുന്നു. സൗമ്യ പറയും. നിയമപരമായ സഹായം പറഞ്ഞു തരും ഇവിടെ. അതെ, സൗമ്യ തീരുമാനം എടുക്കാനല്ലേ ഞങ്ങൾ ഇനി പറയത്തുള്ളൂ. ഞങ്ങൾക്കൊന്നും പറയാൻ, ഞങ്ങൾക്കറിയാൻ പറയാൻ, ഇന്ന ലീഗൽ നോട്ടീസ് തരാനും അറിയാം, വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറയാൻ അറിയാം. പക്ഷെ സൗമ്യ തീരുമാനം ഉറച്ചു നിൽക്കണം. ഇല്ല, അമ്മ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് നിങ്ങളെ ഡൈവേഴ്സ് ചെയ്യണമെന്നും പറയാം, അതൊക്കെ നിങ്ങളാ തീരുമാനിക്കേണ്ടത്. അതൊക്കെ കൽച്ചയുടെ സഹായം ഉണ്ടാവും. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ സഹായിക്കും. ഒന്നും ഇല്ലാതെ കേസ് നടത്താനൊക്കെ സഹായിക്കും. ഭർത്താവിന്റെ സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഭവം പറഞ്ഞില്ലേ, റെസ്ട്രിക്ഷൻ ഓഫ് കൺജുഗൽ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്നിച്ച് താമസിപ്പിക്കാൻ വേണ്ടി അപ്പോഴും കോടതിയിൽ പോയ ഇന്നലെ അവൻ വിളിച്ചു പറഞ്ഞെന്തെന്ന് അറിയാമോ, ഞാൻ കേസ് കൊടുത്തിട്ട് നിന്നെയൊക്കെ അവിടെ വരുത്തിച്ചിട്ട് എവളെ വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവിടെ അല്ല. അപ്പൊ എന്തായാലും സഹായത്തിൽ ഇത് ചെയ്യും. ഈ ഒരു സംഗതി ചെയ്യുമ്പോ അയാളുടെ തീരുമാനങ്ങളും കാര്യങ്ങളും എല്ലാം അയാൾ കോടതിയിൽ അറിയിക്കും. അതിന് വേണ്ട നിയമസഹായങ്ങളൊക്കെ ഇവിടുന്ന് പറഞ്ഞു തരും, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും. എന്നിട്ടത് ചെയ്യുക. അപ്പൊ എന്താണ് അയാളുടെ ഒരു വ്യക്തമായ തീരുമാനം എന്നുള്ളത് അയാൾ കോടതിയുടെ മുമ്പിൽ പറഞ്ഞേ പറ്റൂ. ഇപ്പൊ അയാൾ ഇവിടെ വന്നിരുന്നെങ്കിൽ ഇവിടെ വെച്ച് സംസാരിച്ച് ഇവിടെ ഒരു തീർപ്പുണ്ടാക്കായിരുന്നു. അയാൾ വരാത്തത് കൊണ്ടാണ് ഇങ്ങനെ. അപ്പൊ ഇത് പറയുക, കോടതി കേസ് കൊടുത്തല്ലേ പറ്റൂ, കുടുംബ കോടതിയിൽ അങ്ങനെയുള്ള കേസ് കൊടുത്തല്ലേ പറ്റുള്ളൂ. അല്ലാതെ സംസാരിച്ച് ഒരു മധ്യസ്ഥം പറയുന്ന കാര്യമല്ലല്ലോ ഇത്. സൗമ്യ മക്കളെ സംരക്ഷിക്കേണ്ട ചുമതല സൗമ്യയുടെ അമ്മയ്ക്കല്ല, സൗമ്യയുടെ ഭർത്താവിന്. അതിന് നിയമ വഴിക്ക് നമ്മൾ പോയാലേ പറ്റുള്ളൂ. അതിന് ഫാമിലി കോടതിയിൽ കേസ് കൊടുക്കണം, ചെലവിന് കിട്ടാനായിട്ട്. സൗമ്യയ്ക്കും മക്കൾക്കും ചെലവിന് കിട്ടാനായിട്ട് ഫാമിലി കോടതി കേസ് കൊടുക്കാം. ഒരു പൈസ ചെലവില്ലാതെ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് വക്കീലിനെ വെച്ച് തരും. കൊട്ടാരക്കര കോടതിയില്ല നിങ്ങൾക്ക് കേസ് കൊടുക്കണ്ട, ചെങ്ങമനാട് കൊട്ടാരക്കര കോടതിയുടെ പരിധിയില്ല. അവിടെ ചെന്ന് ആ കോടതിയിൽ ചെന്ന് അന്വേഷിച്ചാൽ അവിടെ ഒരു ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്. അവിടുന്ന് ഫ്രീ ആയിട്ട് യാതൊരു ചെലവില്ലാതെ വക്കീലിനെ വെച്ച് തരും. ചെലവിന് കിട്ടാൻ കേസ് കൊടുക്കാം. ഭർത്താവും ഒന്നിച്ച് താമസിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു വകുപ്പുണ്ട്.
സെക്ഷൻ 11 ഫാമിലി കോർട്ട് ആക്ട് പ്രകാരം നമുക്ക് കേസ് കൊടുക്കാം. കൂടെ വന്ന് താമസിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അത് ചെയ്തില്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈവോഴ്സിന് ഒപ്പി കൊടുക്കാം, ബന്ധം വേർപെട്ട് കിട്ടാൻ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ 20,000 രൂപയും 4 പവന്റെ സ്വർണവും അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ 4 പവൻ സ്വർണവും 20,000 രൂപയും തിരിച്ചു കിട്ടാനായിട്ട് അതിനും കേസ് കൊടുക്കാം. ഇതെല്ലാം യാതൊരു പണച്ചെലവും ഇല്ലാതെ ഫാമിലി കോടതിയിൽ നമുക്ക് കേസ് കൊടുക്കാം. ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായം ഉണ്ടാവും. ഫാമിലി കോടതി ചെന്ന്, കൊട്ടാരക്കര ഫാമിലി കോടതി ചെന്ന് അന്വേഷിച്ചാൽ മതി. അവിടെ ഒരു ലീഗൽ സെല്ലുണ്ട്. അവർ വേണ്ടുന്ന നിർദ്ദേശം തരും. ഫ്രീ ആയിട്ട് വക്കീലിനെ വെച്ച് തരും. അച്ഛനെ അവരെ പോറ്റേണ്ടത്. അത് ചെയ്യാത്തത് കൊണ്ടാണ്. ചെയ്യാത്തതെന്താ? നിങ്ങൾ വേണ്ടുന്ന വിധത്തിൽ പെരുമാറിയില്ല. കോടതി അപ്രോച്ച് ചെയ്യണമായിരുന്നു. അല്ല, അത് ഞാൻ പിന്നെ കോടതിയിൽ കൊടുക്കണോ അങ്ങനെ കൊടുത്താലും നമ്മൾ കയറി ഇറങ്ങണ്ടേ. എന്നാലും അവൻ തീർത്താവൻ വരികയല്ല. നമ്മളെ പിറ്റേന്ന് അതുപോലെ തന്നെ കുഞ്ഞിക്കോട്ട് കേസ് കൊടുത്തപ്പം അവൻ ഒന്ന് വിളിച്ചപ്പം വന്നില്ല. അന്നേരം ഞങ്ങൾ ഇനി പോരുന്നപ്പം അവൻ ചെന്നു. അപ്പോഴും ഞങ്ങൾക്ക് അന്ന് പ്രോഗ്രാം ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റില്ല. ഞാൻ ഇതുപോലെ SIക്ക് വിളിച്ചു പറഞ്ഞു. SI പറഞ്ഞു, ഓ എങ്കിൽ മറ്റന്നാളാവിട്ട് ഞങ്ങൾ പ്രോഗ്രാമിനെല്ലാം അവൻ അന്ന് വരികയല്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായി അവനെ നമ്മളെ. പോലീസിന് നിയമപരമായിട്ട് ചെലവിന് കൊടുക്കാൻ ഒരു ഉത്തരവ് പാസ്സാക്കാനുള്ള അധികാരം ഇല്ല, കോടതിക്കേ ഉള്ളൂ. ഇല്ല, അവര് എല്ലാരും നമ്മളെയൊക്കെ അറിയാവുന്നവരാ. അവരെല്ലാം മാന്യമായിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു, നിനക്കുള്ള 2 കുഞ്ഞുങ്ങളല്ലയോടാ, നിനക്ക് അതിന് നാഴി അരി കൊണ്ട് കൊടുത്തുകൂടാ എന്ന് അവരെ പിടിച്ച് ഷെല്ലിൽ അടയ്ക്കാൻ പറഞ്ഞു. അന്നേരം ഞാൻ മുറ്റത്തേക്കുക, ഇവർ 2 രൂപ അതിനകത്തേക്കുക. നമ്മുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കാൻ നമ്മൾ കയറി പറയുന്ന ഇതല്ല. അപ്പോൾ എൻ്റെ അമ്മ എന്നെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ പോട്ട് സാറേ, അവർ കുഞ്ഞുങ്ങളില്ലയോ, ഒരു വഴക്കില്ലാത്ത വീടില്ലല്ലോ. അവന് സെല്ലിൽ എനിക്ക് അവൻ്റെ അടുത്ത് സ്നേഹമില്ലെങ്കിൽ ഞാൻ പറയുമോ, അവനെ പിടിച്ചടച്ചിടാനേ പറയൂ. ശരി ശകുന്തള, നമുക്കിപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മഹേഷ് ഇവിടെ വരാത്ത സ്ഥിതിക്ക് നമ്മൾ എത്ര സംസാരിച്ചാലും ഒരു തീരുമാനം നമുക്ക് ഇവിടെ ഉണ്ടാക്കാനൊക്കാത്തതിന്റെ ബുദ്ധിമുട്ട് അതാണ്. അയാൾ ഉണ്ടായിരുന്നു എങ്കിൽ നമുക്ക് ഇവിടെ ഒരു തീരുമാനം ഉണ്ടാക്കാമായിരുന്നു. കാരണം 2 ഭാഗത്തും കേട്ടിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ 2ആയിട്ട് ജീവിക്കുക, ഇവർക്ക് ചെലവിന് കൊടുത്ത് സംരക്ഷിക്കുക. എന്തെങ്കിലും ഒരു തീരുമാനം ഇവിടെ എടുക്കാൻ പറ്റിയത്. അല്ല, ഞാൻ പറഞ്ഞതല്ല, യവൻ ഇങ്ങനെ ഇനിയും ഇവര് 2 കൂടെ ഒന്നിച്ച് താമസിക്കാന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം കൂട്ടിയങ്ങ് വിടും. അല്ല, കൂട്ടിയൊക്കെ ഇവിടെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു തീരുമാനം ആവുമല്ലോ. കേസ് കൊടുത്തു എന്ന് വെച്ചിട്ട് 2ആയിട്ട് പോകണമെന്നില്ല. കേസിന്റെ വിചാരണ സമയത്ത് തന്നെ ഇവർക്ക് ഒന്നിച്ച് പോകണമെന്നാ തീരുമാനമെങ്കിൽ ഒന്നിച്ച് പോകാം. അതിന് കേസ് കൊടുക്കുന്ന ഒരു തടസ്സമല്ല. അല്ല, എങ്ങനെയാണെങ്കിലും അങ്ങനെ ഇപ്പൊ നമുക്ക് തീരുമാനിക്കാൻ നിവർത്തിയുള്ളൂ. ഇയാൾ വരാത്ത സ്ഥിതിക്ക് ഇനി നോക്കാം. ഈ ഒരു പരിപാടി വന്നതിന് ശേഷം മഹേഷിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. മേഡം ഒന്നുകൂടെ ഒന്ന് വിളിച്ച് അവന്റെ അടുത്ത് അതിപ്പോ അത് പിന്നെ വേണ്ട കാര്യങ്ങൾ സംസാരിച്ചിട്ട് എന്താന്ന് വെച്ചാൽ അവന്റെ തീരുമാനം എന്താന്ന് വെച്ചാൽ എടുക്കണം, പെട്ടെന്ന് എടുക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ 2ാമത് വട്ടം ബ്ലഡ് ഛർദ്ദിക്കുന്നത്. ഇനി എപ്പോഴാ ഒരു പ്രാവശ്യം കൂടെ അറിയത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ 3 ഒരു അനാഥയായി പോവും. എനിക്ക് ഇനി എപ്പോഴാ ഏത് വിധ എങ്ങനെയാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. സ്റ്റേജ് വെച്ചൊക്കെ ഞാൻ ചില സമയത്ത് ഞാൻ ബ്ലഡ് ഛർദ്ദിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കൊച്ചിന് ആരും ഇല്ലാതായി പോവും. അതുകൊണ്ട് അവന് വേണമെങ്കിൽ ഇത് ചെയ്യാൻ ഒരു ഭിക്ഷക്കാരനായാലും ഒരു അന്യൊരു പുരുഷനായ ഒരു ഏത് ജാതിയായാലും എൻ്റെ കുഞ്ഞിനൊരു ഉടനെ ഉണ്ടാക്കി എൻ്റെ വീട്ടിനകത്ത് കൊടുത്തിട്ട് എനിക്ക് മരിക്കണം. അത് എൻ്റെ ഒരു എന്തായാലും നമുക്ക് ഇത്രയും ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് സൗമ്യ എന്തായാലും +2 വരെ പഠിച്ചതാണ്. അമ്മയെ സംബന്ധിച്ച് അമ്മയുടേതായിട്ടുള്ള മനസ്സിന്റെ വേദനയും കാര്യങ്ങളും. പക്ഷെ നിയമത്തിന്റെ വഴിക്ക് നീങ്ങിയേ പറ്റൂ. സൗമ്യ ഈ കാര്യങ്ങൾ വേണ്ടതുപോലെ സംസാരിച്ചിട്ട് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് കെൽസയെ സമീപിക്കണം കൊട്ടാരക്കര ഫാമിലി കോർട്ടിൽ, കേട്ടോ. എന്തായാലും സൗമ്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ചു, നിങ്ങളെല്ലാം കേട്ടു. ഇപ്പോഴും സൗമ്യയ്ക്ക് മഹേഷിന്റെ കൂടെ ജീവിക്കണം, കുഞ്ഞുങ്ങൾക്ക് മഹേഷ് തന്നെ അച്ഛനായിരിക്കണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ശകുന്തളയും പറയുന്നത്, സൗമ്യയുടെ അമ്മ. പക്ഷെ ഒരിക്കലും പറഞ്ഞ കുറേ നാളുകളായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിക്കുകയും ഇനി അത് പ്രതീക്ഷയില്ലെങ്കിൽ പോലും പോസിറ്റീവായിട്ടുള്ളത് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. മഹേഷ് തീർച്ചയായിട്ടും ഇതിനു വേണ്ടി സംസാരിക്കണം, പ്രതികരിക്കണം. അത് അവരെ വഴി നിങ്ങൾ ആരെയാണോ സമീപിക്കുന്നത് അവരോട് സംസാരിക്കാനും ഒക്കെ മധ്യസ്ഥരായിട്ട് നിങ്ങൾ ആരെ വയ്ക്കുന്നു, എങ്ങനെയായാലും വേണ്ടുന്ന തീരുമാനങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുക. അപ്പോൾ അവർ ബുദ്ധിമുട്ട് പറഞ്ഞതുപോലെ തന്നെ ഒരു കേസിന് വേണ്ടി ഒരുപാട് നാൾ കോടതിയിൽ പോകും വരാതെയൊക്കെ ഇവിടെ വെച്ച് തന്നെ തീർക്കാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനുള്ളൊരവസരം മഹേഷ് തന്നെ നഷ്ടപ്പെടുത്തി. മഹേഷിൻ്റെ ഭാഗം കേൾക്കാൻ പോലുള്ളൊരവസരം ഞങ്ങൾക്ക് തന്നതുമില്ല. ഇനിയെങ്കിലും മഹേഷ് ചിന്തിക്കണം. മഹേഷിനും ഉണ്ടൊരു സഹോദരി,
കുടുംബവും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് സമയം അതിക്രമിച്ചിട്ടില്ല. 2 പൊടി കുഞ്ഞുങ്ങളുടെയും അതുപോലെ തന്നെ നിങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു ഭാര്യയും അവരുടെ കുടുംബവും, അതിനുവേണ്ടി നിങ്ങൾ നല്ലൊരു തീരുമാനം എടുക്കും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. വീണ്ടും കാണാൻ ജീവിതം സാക്ഷിയിലൂടെ. നമസ്കാരം. അത് സുബിന എന്ന് പറഞ്ഞ ഏട്ടൻ്റെ പുതിയ ഫേസ്ബുക്ക് വഴി കിട്ടിയ ഫ്രണ്ടാണ്. ഞാൻ ചോദിച്ചാൽ അത് ആര്, ഏട്ടത്തി അവരുടെ അടുത്ത് ഇതുവരെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. പിന്നെ നിങ്ങൾ എന്നും വിളിക്കൂന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്ന്. അപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഫേസ്ബുക്ക് വഴി കിട്ടിയതാണ്. ആള് മോഡലാണ്, എറണാകുളത്താണ് വീട്, 2 പെൺകുട്ടികളുണ്ട്. അവരുടെയൊക്കെ ഫോട്ടോസ് എല്ലാം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സുബിനയുടെ തന്നെ ഒരു 6-7 ഫോട്ടോ ആള് തന്നെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അവർക്ക് 2 മക്കളും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മുമ്പും ഏട്ടൻ കല്യാണം കഴിഞ്ഞ 3ാമത്തെ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു ഏട്ടന് ഒരു ബന്ധം, എല്ലാ അർത്ഥത്തിലും ഒരു ബന്ധം ഉണ്ടായിരുന്നു 3ാമത്തെ ദിവസം. അപ്പൊ അവള് എന്നെ കളഞ്ഞിട്ട് പോയി. അങ്ങനെ ഒരു വാശി പിടിച്ച് നിന്നപ്പോഴാണ് എനിക്ക് നിന്റെ ഇഷ്ടം മനസ്സിലായതും നിന്നെ ഞാൻ സ്വീകരിച്ചത്. ഇപ്പൊ പറയുന്ന ആ വാശിക്കാണ് ഞാൻ നിന്നെ കിട്ടിയത്. ഇനിയിപ്പൊ എന്റെ അടുത്തുള്ള വാശിക്ക് വേറൊരു ബന്ധത്തിൽ ചെന്നപ്പെട്ട എന്റെ കുഞ്ഞിന് അച്ഛനില്ലാതാവും. ആണ് വേണം അമ്മ പിടിച്ചു വെച്ചു കൊടുക്കാൻ. എന്റെ കയ്യിൽ എന്റെ മോളിരിക്കായിരുന്നു. അവസാനം എന്റെ കൊച്ചിന്റെ മേലിൽ അച്ഛൻ തിളച്ച് ചായ ഒഴിക്കാൻ വന്നപ്പോ ഞാൻ അമ്മയെ പിടിച്ച് തള്ളി. ഉടനെ എന്റെ ഏട്ടൻ പറയണ ഞാൻ ആ അമ്മയെ അടിച്ചെന്ന്. അതുകൊണ്ട് എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. തൊട്ടടുത്ത വീട്ടിലെ കുര്യനെന്ന് പറയും, ആ ചേട്ടൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ടിട്ട് അടിച്ചപ്പോൾ പറഞ്ഞു എന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൊണ്ട് അടിക്കാൻ പറ്റില്ല, എവിടെ ഒക്കെ കൊണ്ടുപോകുന്നു പറഞ്ഞു. ഈ അച്ഛന്റെ കേസ് പറഞ്ഞപ്പോൾ നിനക്ക് നിന്റെ കുട്ടിയുടെ അച്ഛനെ കിട്ടണമെങ്കിൽ നീ എന്ത് സാഹസവും കാണിക്കണം. പിന്നെ എനിക്ക് അവിടെ നിൽക്കണമെന്ന് തന്നെയായിരുന്നു. പിന്നെ ഡിസംബർ പിന്നെ ദേഹോദ്രവമായി ഏട്ടെ. സത്യം പറഞ്ഞ ആ മനുഷ്യ ഈ വീട്ടിൽ നടക്കണതിന്റെ 70% അറിയുന്നില്ല. അവര് പറഞ്ഞു കൊടുക്കുന്നത് മാത്രം വിശ്വസിച്ചിട്ട് എൻ്റെ അടുത്ത് പിന്നെ ആള് സംസാരിക്കാതായി. പിന്നെ ഉപദ്രവ, ബെൽറ്റ്, ബൂട്ട്, വിറക്, തടി വിറകെടുത്തിട്ടാണ് എന്നെ ഉപദ്രവിക്കുന്നത്. ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. പിൻ 695034.